ആദ്യമല്ലത്തെ ജീവിതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഇപ്പൊ എന്താ പറഞ്ഞ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ്സൊക്കെ അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ തുറന്നു പറയാം. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. അതവൻ ഇങ്ങോട്ട് ചോദിക്കും. അതെ മാഡം, അത് ദീപകിന്റെ കാര്യത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ? അയ്യോ അത് കയ്യിന്ന് പോയി. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം? ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല സാർ, അതൊക്കെ കഥയിലല്ലേ. എനിക്കറിയാം. ശാന്തമായി പറയൂ. യദുഗുരി വെങ്കടേശ്വര രാജശേഖര റെഡ്ഡി. അവര് പറയുന്നൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല. അത് തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചോ പെൺകുട്ടി എന്ന് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുക. ആദ്യം ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു, മൂന്നാമത് വേറൊന്ന് പറഞ്ഞു. ഇനി എന്നാ ചെയ്യും കർത്താവേ? എരിവും പുളിയും കൂട്ടി കൂട്ടി മാറി പറയാൻ എത്ര പേർക്കെതിരെ കള്ളപരാതികൾ വന്നു. സംശയത്തിന്റെ ആനുകൂല്യം എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ. ഒരു സ്ത്രീ എന്നുള്ള വീട്ടിലെ പറയുള്ളൂ. പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്തേ അതിജീവിതയാണെങ്കിൽ മെഴുകുതിരി കത്തിക്കും, ജോലി കൊടുക്കും, എല്ലാവരും കൂടെ എന്നെ പ്രബന്ധം പിടിപ്പിക്കും. പാവം ഇത് അതിജീവിതനായി പോയി, പുരുഷനായി പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. അവർക്ക് ജോലി കൊടുക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അവർ അത്രയും അതിജീവിതം ആയതുകൊണ്ടാണ്. വെറുതെ പല്ലോടത്ത് കൂടി പോണ പുലിനെ പ്രലോഭിപ്പിച്ച് വിളിക്കുകയാണ്. നിങ്ങളാണോ അതിജീവിതം തീരുമാനിക്കുന്നത്? നിങ്ങളാണോ അതിജീവിതം തീരുമാനിക്കുന്നത്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ. മാഡം ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ കുട്ടി ഇതിലാണെങ്കിൽ അവരോട് പറയില്ലേ മോളെ എവിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ പോലീസ് കൊടുക്കണമെന്ന്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അല്ല നീ പോയി യൂട്യൂബിന്റെ ലൈക്ക് ഷെയർ ഉണ്ടാക്കാനാണോ പറയുന്നത്? അത്രേ പറയുന്നുള്ളൂ. സ്വാഗതം. എന്നോടൊന്നും പറയണ്ട. പക്ഷെ എനിക്ക് പറയാനുണ്ട്. ബൈ, ഗുഡ് ബൈ.